റോജ, സമീപകാലത്ത് 2 പൊതുപ്രവർത്തകരുടെ മക്കൾക്കെതിരെ ലഹരി ആരോപണം വന്നു, കേസായി. ഒരാൾ ഈ സംവിധാനത്തെ മുഴുവൻ തെറ്റു പറഞ്ഞും തെറി പറഞ്ഞും നടന്നു. മറ്റൊരാൾ തന്റെ മകന് പറഞ്ഞ തെറ്റ് ഏറ്റു പറഞ്ഞ് അതിൽ തിരുത്തൽ വേണമെന്നും പറഞ്ഞു നടക്കുന്നു. ഇതിലേതാണ് മാതൃകാപരം? ഒരു സംശയവുമില്ല. അത് വിഷ്ണുപുരം VSDPയുടെ നേതാവും NDAയുടെ കേരളത്തിലെ വൈസ് ചെയർമാനുമായ വിഷ്ണുപുരം ചന്ദ്രശേഖർ ആണ് അക്കാര്യത്തിൽ എല്ലാവർക്കും, കേരളത്തിലെ എല്ലാ മാതാപിതാക്കൾക്കും മാതൃകയായ ഒരു നിലപാടാണ് തൻ്റെ മകനെ ലഹരി കേസിൽ പിടിച്ചപ്പോൾ അദ്ദേഹം സ്വീകരിച്ചത്. ഹൃദയം പൊട്ടിക്കൊണ്ട് അതാണ് അദ്ദേഹം ആ കുറിപ്പ്, ഫേസ്ബുക്കിൽ ആ കുറിപ്പ് എഴുതിയിരുന്നത്. അതായത് തൻ്റെ മകൻ ഇത്തരത്തിൽ, എൻ്റെ മകനും ലഹരി കേസിൽ പ്രതിയായി എന്നാണ് പുള്ളി അതിൻ്റെ തലക്കെട്ടിലിട്ടിരിക്കുന്നത്. അപ്പോൾ അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് സമൂഹത്തിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ വന്ന് പിടിപെട്ടിരിക്കുന്ന അപകടകരമായ സ്ഥിതിയെക്കുറിച്ചാണ് വിഷ്ണുപുരം ചന്ദ്രശേഖർ പൊതുസമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുന്നത്. ഒരു തരത്തിലൊരു വലിയ കുമ്പസാരം കൊണ്ടാണ് അദ്ദേഹം നടത്തിയത്. തൻ്റെ കുറ്റം കൊണ്ടാണ് മകൻ ഇത്തരത്തിൽ പെട്ടുപോയത്, ഞാൻ അവനെ ശ്രദ്ധിച്ചിരുന്നില്ല, അവൻ്റെ ഇടപാടുകൾ ആരുമായിട്ടാണ്, അവൻ്റെ കൂട്ടുകെട്ട് ആരുമായിട്ടാണ് എന്നൊക്കെ പരിശോധിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഒരുപാട് ഇതേപോലെ ദുഃഖം അനുഭവിക്കുന്ന മാതാപിതാക്കളുടെ വലിയൊരു ആശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പെന്ന് പറയുന്നത്. അതേപോലെ തന്നെ തൻ്റെ മകന് സംഭവിച്ചിരിക്കുന്ന കുറ്റത്തിൽ അത് ന്യായീകരിക്കാനോ പോലീസിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്താനോ പോലീസ് ഒറ്റയ്ക്ക് പിടിപ്പിച്ചാണെന്ന് ഒന്നും പറയുന്നില്ല. പോലീസിനെ അദ്ദേഹം പ്രശംസിക്കുക, അവരവരുടെ ജോലി ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യം. സമാനമായ സ്ഥിതിയാണ് ഒരു മാസം മുമ്പ് കേരളത്തിലുണ്ടായത്. ഭരണകക്ഷി MLA ആയ U പ്രതിഭയുടെ മകനെ ആലപ്പുഴയിൽ വെച്ച് എക്സൈസ് പിടിക്കുന്നു. കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് പിടിക്കുകയൊക്കെ ചെയ്ത്. 6 or 7 ചെറുപ്പക്കാരുണ്ടായിരുന്നു, അവർക്കെല്ലാം കേസെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കേസെടുത്ത അന്ന് മുതൽ തന്നെ ഈ ചെറുപ്പക്കാരൻ്റെ അമ്മയായ ഈ MLA എക്സൈസിനും പോലീസിനും എതിരായിട്ട് വളരെ കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ച് കള്ളക്കേസിൽ മകനെ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ ശരിതെറ്റുകൾ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, എക്സൈസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അതല്ല അതിനകത്തെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന, ക്യാൻസറിനെക്കാട്ടിലും മാരകമായ തരത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപകടകരമായ ദുരന്തത്തെക്കുറിച്ചാണ് നമ്മളാരും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ കാര്യത്തിനകത്ത് ഇന്ന് അതിനുശേഷം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ കണ്ടപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖർ പറഞ്ഞൊരു പ്രസക്തമായൊരു കാര്യമുണ്ട്. എനിക്കൂടി ഇന്നാണ് ഇതേക്കുറിച്ച് വലിയൊരു അറിവ് കിട്ടിയത്. ഞാൻ എൻ്റെ മകനുമായിട്ട് ഇതേക്കുറിച്ച് വിശദമായി സംസാരിച്ചു. ആ മകൻ പറഞ്ഞു ഇനി ഒരിക്കലും ലഹരി ഉപയോഗം നടത്തത്തില്ല എന്നും അത്തരം കൂട്ടുകെട്ടുകളിൽ നിന്ന് വിട്ടു നിൽക്കുമെന്നും. അതിനുശേഷം അദ്ദേഹം പൊതുസമൂഹത്തിൻ്റെ വേണ്ടി വലിയൊരു കാര്യം ചെയ്തു. ഈ മകൻ പറഞ്ഞു കൊടുത്ത വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് പോലീസിനെയും മറ്റധികാരികളെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന കേന്ദ്രങ്ങളിലാണ് ഇതിൻ്റെ വ്യാപാരം നടക്കുന്നത്, ഇന്ന സ്ഥലങ്ങളിലാണുള്ള ചില പ്രധാന വ്യക്തികളാണ് ഇതിൻ്റെ ഇടപാടുകാർ എന്നൊക്കെയുള്ള പൊതുസമൂഹത്തിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് വിഷ്ണുപുരം ചന്ദ്രശേഖർ അത് ചെയ്തത്. അത് വലിയൊരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുള്ള ഒരു കണ്ണു തുറപ്പിക്കുന്ന സംഭവം. കേരളത്തിൽ പക്ഷേ ഇങ്ങനെ കേട്ടിട്ട് പോലുമില്ല. ഒരു പിതാവ് എല്ലാവരും വന്ന് അവരുടെ മക്കളെ ന്യായീകരിക്കുകയാണ് ചെയ്യാറ്. അത് തന്നെ, എൻ്റെ മകൻ ഇങ്ങനൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് മൂടി വെക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ അതൊരു നമ്മുടെ സമൂഹത്തിന് ഒരു മാതൃക തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. അതായത് തൻ്റെ മകൻ ഇങ്ങനെ പെട്ടുപോയി, വിവാഹം കഴിച്ചൊരു ചെറുപ്പക്കാരനാണ്. തൻ്റെ മകൻ ഇങ്ങനെ പെട്ടുപോയതിൽ അതിനകത്ത് അദ്ദേഹം ആരെ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. തൻ്റെ പിഴവ് കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട്, നോട്ടക്കുറവ് കൊണ്ട് സംഭവിച്ചു പോയി എന്നുള്ള അഡ്മിറ്റ് ചെയ്യാനുള്ള വലിയ മനസ്സാണ് കാണിച്ചത്. പക്ഷേ ഇതിനകത്തൊക്കെ ഇത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ആവൽക്കരമായ രീതിയിലാണ് ഈ ലഹരിയുടെ ഉപയോഗവും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഇന്ന് പത്രങ്ങളിൽ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് ഒരു മകൻ അമ്മയെ അടിച്ച് അവശയാക്കി പൈസ കൊടുക്കാത്തതിന് ലഹരിക്ക് അടിമയായ ഒരാൾ ഇത്തരത്തിൽ അമ്മയെ ഉപദ്രവിച്ചു. എന്നിട്ട് പോലും ആ മകനെതിരെ ഒന്നും പറയുന്നില്ല. അമ്മയുടെ 2 പല്ല് പോയി, ഈ മകൻ അടിച്ച് പല്ല് തെറിപ്പിച്ച് കളഞ്ഞതാണ്. എന്നിട്ട് പോലും മകനെതിരെ ഒരു കുറ്റാരോപണം നടത്താൻ ആ അമ്മ തയ്യാറായിട്ടില്ല. പോലീസ് ഇടപെട്ടിട്ട് അവരെ പോലീസ് വന്ന് ഈ പയ്യനോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് പറയുന്നതെന്നൊന്നും അല്ല, അവന് വേറെ ലോകത്തായി കഴിഞ്ഞു. അവൻ അതിനെക്കുറിച്ചൊന്നും അറിവില്ല. ഇപ്പോൾ പോലും സംശയത്തിൽ നിൽക്കുകയാണ് ഈ വെഞ്ഞാറമൂടിൽ നടന്ന കൂട്ടക്കൊല. ആ ചെറുപ്പക്കാരൻ 23-കാരനായ അഫ്സാൻ എന്ന് പറയുന്ന പയ്യൻ
ഇത്തരത്തിൽ ലഹരിക്ക് അടിമയായിരുന്നോ എന്ന് പോലും സംശയങ്ങൾ വലിയ സജീവമായി നിലനിൽക്കുന്നു. കാരണം തൊട്ടു മുമ്പ് കേരളം കണ്ട ക്രൂരതകളിലെല്ലാം ലഹരി ഒരു വലിയ വലിയ ഘടകം തന്നെ. ഈ വർഷം പിറന്നതിന് ശേഷം 14-15 ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ വന്നു കഴിഞ്ഞു. ജനിപ്പിച്ച അമ്മയുടെ കഴുത്തറുത്തുകൊണ്ട് ഒരു മകൻ താമരശ്ശേരിയിൽ, എന്നിട്ട് അവൻ പറഞ്ഞ മറുപടിയാണ് ഏറ്റവും ഭയപ്പെടുത്തുന്നത്. എൻ്റെ അമ്മ എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് ഇതെന്നുള്ള ശിക്ഷയല്ല, പ്രതിഫലമായിട്ടാണ് ഇത് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ബോധം നഷ്ടപ്പെട്ട വലിയൊരു തലമുറയാണ് നമ്മുടെ ഇടയിലേക്ക് വളർന്നു വരുന്നത്. എറണാകുളത്തെ ഋതു 4 പേരെ അടിച്ചു കൊന്നതും ലഹരിയിലായിരുന്നു. അത് തന്നെ അതുപോലെ തന്നെ ഇത് വലിയ തോതിൽ അപകടകരമായ സ്ഥിതിയിൽ, അതിനകത്ത് പ്രായഭേദമില്ല, ലിംഗഭേദമില്ല, സാമ്പത്തിക വേർതിരിവില്ല, എല്ലാ തരത്തിലുമുള്ള കുടുംബങ്ങളിലെ ചെറുപ്പക്കാരാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും. അതിനകത്ത് പോലും വേർതിരിവില്ല എന്നുള്ളതാണ്. സാധാരണഗതി നമ്മൾ ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അപ്പുറത്തേക്കാണ് കേരളത്തിലെ പെൺകുട്ടികൾ, സ്ത്രീകൾ ഒക്കെ തന്നെ ഇതിൻ്റെ ഇടപാടുകളിൽ പോയി ചെന്ന് ചാടുന്നത്. പണം സമ്പാദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിനടിമയായ ശേഷം ഏതെങ്കിലും തരത്തിൽ ഇത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള കാശുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പലരും കാരിയർമാരായിട്ടൊക്കെ മാറുന്നത്. അപ്പം മാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ, നമ്മുടെ പൊതുസമൂഹത്തിന്, സോഷ്യൽ മീഡിയയിലെല്ലാം വരുന്ന വാർത്തകൾ ക്രൈമുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ലഹരിയുമായി റിലേറ്റഡ് ആണ്. മദ്യപാനം കൊണ്ടുണ്ടാകുന്നതിൻ്റെയൊക്കെ 100 ഇരട്ടിയാണ് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കേസുകളുടെ എണ്ണം തന്നെ. പിടിക്കപ്പെടുന്നതെല്ലാം വളരെ ചെറിയ അളവിലാണ്. ഇപ്പൊ ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകന്റെ കയ്യിൽ 1.1 മില്ലിഗ്രാം സ്റ്റേഷൻ ജാമ്യം കൊടുക്കുക. അപ്പൊ ഇതിന്റെ ഒരു ബൾക്ക് സപ്ലൈയിങ് ഒന്നും നിയന്ത്രിക്കാൻ ഒരു നടപടി ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പോലീസിനും എക്സൈസിനും ഇത് നിയന്ത്രിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളുടെ ഒരു അപര്യാപ്തതയുണ്ട്. ഇപ്പോൾ ഒരാൾ മദ്യപിച്ചിട്ട് വന്നാൽ ആ മീറ്റർ വെച്ച് നോക്കിയാൽ നിങ്ങൾ മദ്യപിച്ചതാണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ലഹരി മരുന്ന് ഉപയോഗിച്ച് വന്ന ഒരാളെ ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതെന്ന് വെച്ചാൽ അതിനുള്ള സംവിധാനം പോലീസിൻ്റെ പക്കലില്ല. കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അത് 3-4 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വരുത്തുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ തന്നെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കൈകൾ പലതരത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ക്രമസമാധാന രംഗത്ത് പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഒരു തരത്തിൽ നടക്കുന്നില്ല. ഒരു മാസീവായിട്ടുള്ള റെയ്ഡ് നടക്കുന്നില്ല. സ്കൂൾ കുട്ടികളുടെ ഇടയിൽ, കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒന്നും അങ്ങനെ അത് തടയാനുള്ള, ചുമ്മാ കുറേ കവല പ്രസംഗം നടത്തി പോകുന്നു, 4 ബാനർ ഒട്ടിക്കുന്നു എന്നൊക്കെയുള്ളത് ഒഴിച്ചാൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ പ്രസക്തമായ രീതിയിൽ നടക്കുന്നില്ല. അതിന് പോലും പണമില്ല. അതിപ്പോ സ്കൂൾ കുട്ടികൾക്ക് ക്യാമ്പയിൻ നടത്താനുള്ള പൈസ തന്നെ വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കും. 50-60% തന്നെ അത് വെട്ടിക്കുറച്ചു. അപ്പം നമ്മുടെ പർപ്പസ് ഒരിക്കലും സെർവ് ചെയ്യപ്പെടുന്നില്ല. എന്ത് ഉദ്ദേശത്തിനാണോ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലൊന്നും എങ്ങും എത്താതെ പോവുകയാണ്. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്ന പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. പല പ്രായത്തിലുള്ളത്. ഇപ്പോൾ ഒരു 5 വയസ്സ് മുതലുള്ള കുട്ടികളെ പോലും ഇവരിതിനെ അടിമയാക്കുന്നുണ്ട്. ഐസ്ക്രീമിനകത്തും മുട്ടായിക്കകത്തും ഒക്കെ ഇത് ചേർത്ത് വെച്ച് കൊടുത്ത് കുഞ്ഞുങ്ങളെ ഈ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ, കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ, അങ്ങനെ സമൂഹത്തിൽ എല്ലാ തരത്തിലും പടർന്നുകൊണ്ടിരിക്കുകയാണ്. പടരുന്നു എന്ന് പറഞ്ഞാൽ 20, 21, 23 വയസ്സിനകത്ത് തന്നെ ഇത് പൂർണ്ണമായും സ്വബോധം കൈവിട്ട് കളയുന്ന അവസ്ഥയിലേക്കാണ്. അതായത് ഈ ലഹരിയുടെ നിരന്തര ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ഒന്ന്, നമ്മളിന്ന് വിഷ്വലിനകത്ത് കണ്ട പോലുള്ള ചെറുപ്പക്കാരൻ്റെ അവസ്ഥയാണ്. എന്ത് സംഭവിക്കുന്നു, എന്താണോ നടക്കുന്നതെന്ന് പോലും അറിയാത്ത അവസ്ഥ. അതേപോലെ തന്നെ സാമ്പത്തികമായ തകർച്ച, കുടുംബങ്ങൾ തകർന്നു പോകുന്നു. അതിനൊക്കെ ഉപരിയായിട്ട് ഒരു ജനറേഷൻ, ഒരു തലമുറ തന്നെ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടുന്ന ലെവലിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ ജയിലുകളിൽ ഇന്നുള്ള വിചാരണ തടവുകാരിൽ ഏതാണ്ട് ഒരു 3-2% ഈ ഇത്തരത്തിലുള്ള ഡ്രഗ് കേസുകളിൽ പിടിക്കുന്ന ചെറുപ്പക്കാരാണ്. അത് 40 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ളവരുടെ എണ്ണം ഭയാനകമായ രീതിയിൽ ജയിലുകൾ നിറഞ്ഞു വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണമില്ല. മറ്റ് ക്രൈമുകളെക്കാട്ടിലും ഈ ലഹരി ഓറിയൻറ്റഡ് ക്രൈമുകളുടെയാണ് എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ സംവിധാനങ്ങൾ ആശങ്ക പോലും പുലർത്തുന്നില്ല എന്നുള്ളതാണ് പേടിപ്പെടുന്നത്. കാരണം ആരാണ് ഇത് ഉപയോഗിക്കുന്നത്, ആരുടെ ഇടയിലാണ് ഇത് വിതരണം ചെയ്യപ്പെടുന്നത് എന്നൊന്നും അറിയാതെ. കാരണം കേരളം മുഴുവൻ ഇത് പരന്നിരിക്കുകയാണ്. ഇത് പഞ്ചാബിലൊക്കെ സംഭവിച്ച അതേ സ്ഥിതിയിലാണ്. 1900 അവസാനവും 2000 ഏതാണ്ട് ഒരു പകുതി വരെ പഞ്ചാബിലെ ഗ്രാമാന്തരങ്ങളിൽ മുഴുവൻ ചെറുപ്പക്കാർ ഡ്രഗ് യൂസ് ചെയ്ത് വലിയ ക്രൈമുകളിലും അതേപോലെ തന്നെ ഒരുപാട് കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിയ അവസ്ഥകളുണ്ടായിരുന്നു. ഏതാണ്ട് സമാനമായ സ്ഥിതിയിലേക്കാണ് നമ്മുടെ നാടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എത്ര പേര് ഇപ്പം ഇതിനൊന്നും ട്രീറ്റ് ചെയ്യാൻ നല്ല ഹോസ്പിറ്റലുകൾ പോലും ഇല്ല. ഒരുപാട് ആശുപത്രികളുണ്ട്, പക്ഷേ ഡ്രഗിനെ ചികിത്സിക്കുന്ന, ലഹരിക്കടിമയായവരെ ചികിത്സിക്കുന്നതിന് ആവശ്യമായ ആരോഗ്യ സ്ഥാപനങ്ങളില്ലായ്മ വലിയ തോതിലൊരു പ്രശ്നമാണ്. ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് പലതും മദ്യപാനികൾക്ക് വേണ്ടി ചികിത്സയ്ക്കുള്ള ഇത് മാത്രമാണ്. അതേസമയം ലഹരിക്കടിമകളെ ചികിത്സിക്കുന്നതിനുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ ഈ കാഴ്ചപ്പാട്, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ പൊതുസമൂഹത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യങ്ങൾ, അതെല്ലാം ഒരു തിരുത്തലിന് വിധേയമാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. മക്കളുടെ തെറ്റുകൾ
മൂടി വെക്കുന്നതിന് പകരം അവരെ തിരുത്താനോ അത് ഏറ്റുപറയാനോ ഉള്ള മാതാപിതാക്കളുടെ ഒരു സമർപ്പണമാണ് ഈ സമയത്ത് ആവശ്യം. ആ കാര്യത്തിനകത്ത് വിഷ്ണുപുരം ചന്ദ്രശേഖർ കാണിച്ച് ഉദാത്തമായ മാതൃകയാണ്. തൻ്റെ മകനെ നിയമത്തിന് വിട്ടുകൊടുക്കാനും അവൻ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് പറയാനും അതേപോലെ തന്നെ തനിക്ക് പറ്റിപ്പോയ തെറ്റുകൾ ഏറ്റുപറയാനുമുള്ള മറ്റുള്ളവരെ കൂടി അതിനകത്ത് രക്ഷിക്കാനുള്ള ആ ഒരു മനോഭാവത്തിന് 100 കൂപ്പുകൈ സമർപ്പിക്കാനേ കഴിയുകയുള്ളൂ.